അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മട്ടൻ കറിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിലൊരു മട്ടൻ കറി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ കറി തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ മട്ടൻ നന്നായിട്ട് ക്ലീനാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലും അതുപോലെ കുറച്ച് നെയ്യൊക്കെ ഉള്ള ഭാഗങ്ങൾ എടുക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എല്ലും നെയ്യൊക്കെ ഉള്ള ഭാഗങ്ങൾ എടുത്തിട്ട് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് മട്ടൻ വേവിച്ചെടുക്കുന്നത്. പ്രഷർ കുക്കറിലാവുമ്പോൾ നമുക്കൊരു 3-4 വിസിലുകൊണ്ട് തന്നെ മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ള ഈ മട്ടനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി ഇതിലേക്കൊരു 3-4 വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മട്ടൻ വേവിച്ചെടുക്കാം. നമ്മളിതിൽ തീരെ വെള്ളമൊന്നും ചേർക്കാതെയാണ് മട്ടൻ വേവിച്ചെടുക്കുന്നത്. മട്ടനൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. മട്ടനിൽ ഞാനിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഈ മട്ടനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ കുക്കർ മൂടി വെക്കാതെ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കാം. കുക്കർ ഞാൻ നല്ല ടൈറ്റായിട്ട് മൂടിയിട്ടില്ല. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ കൊണ്ട് തന്നെ മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 3 വിസിലൊക്കെ വന്നിട്ട് തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇളയ മട്ടനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ മട്ടനിപ്പോൾ ഒരു 4 വിസിൽ കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 8-10 വലിയ വെളുത്തുള്ളിയും പിന്നെ ഏകദേശം അതിൻ്റെ പകുതിയോളം ഇഞ്ചിയും പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മട്ടൻ്റെയും പിന്നെ ഈ മസാലയുടെയൊക്കെ ഒരു എരിവ് നോക്കിയിട്ട് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു മണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് ഈ മസാലയിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് മട്ടൻ ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഈ മസാലയൊക്കെ മട്ടനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ നല്ലൊരു മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള മട്ടൻ കറിയാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. അപ്പത്തിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇത്രയും ഗ്രേവി മതിയാവും. ഇനിയിപ്പോൾ പൊറോട്ടൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി വേണ്ടി വരും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലിപ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതങ്ങ് മൂടി വെച്ച് കൊടുക്കാം. ഒന്നിരുന്ന് കഴിയുമ്പോൾ കറിയൊക്കെ ഒന്നും കൂടെ ഒന്ന് കുറുകി നന്നായിട്ട് വരും. അപ്പോൾ നമ്മുടെ രുചികരമായ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മട്ടൻ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് കറി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.